ഡിയേഴ്സ്, എൻ്റെ പേര് നിയ. ഞാൻ നിങ്ങളുടെ എക്കണോമിക്സ് ഫാക്കൽറ്റി ആണ്. 10th എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അടിച്ചു പൊളിക്കായിരിക്കും അല്ലേ വെക്കേഷൻ. നിങ്ങൾ ഇപ്പോഴേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഏത് സ്ട്രീമാണ് നിങ്ങൾ +1 ചൂസ് ചെയ്യാൻ പോകുന്നെന്നുള്ളത്. ചില മക്കൾ റിസൾട്ട് വരട്ടെ അപ്പം തീരുമാനിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാകും. ഈ കാര്യങ്ങളൊന്നും പറയാനല്ല മിസ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ മിസ് വന്നിട്ടുള്ളത് കൊമേഴ്സിനെ പറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്ന കൺസേൺസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില മക്കളുടെയെങ്കിലും മനസ്സിലുണ്ടാകും, എന്താണ് കൊമേഴ്സ്, ഇത് പഠിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് കൊമേഴ്സിൽ പഠിക്കാനുള്ളത്. നിങ്ങൾ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ സയൻസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ഹ്യൂമാനിറ്റീസ് എന്താണെന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ടെന്നല്ല, നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലേ. സയൻസ് ആണെന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ്. ഹ്യൂമാനിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ സയൻസ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷേ കൊമേഴ്സിനെ പറ്റി നിങ്ങൾക്കൊരു 0 നോളജ് ആയിരിക്കും. എന്താണ് കൊമേഴ്സിൽ പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് കൊമേഴ്സ് എന്നറിയാവുന്ന വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. മക്കളെ, കൊമേഴ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇതുവരെയും നിങ്ങൾ പഠിച്ച സബ്ജക്ട്സ് അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും പേടിക്കേണ്ട കേട്ടോ. ഇതെന്തോ പുതിയ സ്ട്രീമാണ്, ഇത് പഠിച്ച ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുകയൊന്നും വേണ്ട. കൊമേഴ്സിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട സബ്ജക്ട്സ് നിങ്ങൾ ഓരോ വീഡിയോസിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും. ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്. ഇപ്പോൾ മിസ് എക്കണോമിക്സ് ഫാക്കൽറ്റി ആയതുകൊണ്ട് എക്കണോമിക്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 2 ഭാഗങ്ങളാണ്, ഇന്ത്യൻ എക്കോണമിക് ഡെവലപ്മെൻറ്റും സ്റ്റാറ്റിസ്റ്റിക്സും. തിയറിയും പ്രോബ്ലവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പേപ്പറാണ് എക്കണോമിക്സ്. ഈ പേപ്പറുകളൊക്കെ, അതായത് അക്കൗണ്ടൻസി ആകട്ടെ, ബിസിനസ് സ്റ്റഡീസ് ആകട്ടെ, ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് വേണം. ഈ ഗൈഡൻസ് കൃത്യമായി നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് സൈലത്തിൻ്റെ കൊമേഴ്സ് ടീം ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ സൈല നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബാച്ചൊക്കെ അവതരിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാലോ, അതാണ് യുവ ബാച്ച്. യുവ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് മിസ് ഓരോന്നായി എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മുടെ യുവ ബാച്ചിന് ഉള്ളത്. അപ്പോൾ ഇത്രയേറെ അഡ്വാൻറ്റേജസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ ഒരു നമ്പർ കാണുന്നുണ്ടാകും, അതിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങൾ കൃത്യമായിട്ടുള്ള അഡ്മിഷൻ്റെ പ്രോസസ്സൊക്കെ അവർ പറഞ്ഞു തരുന്നതാണ്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എൻറോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിനും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പ്രീമിയം കോഴ്സുകളായിട്ടുള്ള CA, ACCA, CMA പോലുള്ള സബ്ജക്ട്സ് അടിപൊളിയായിട്ട് പഠിക്കാം. ഇതൊക്കെ അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊമേഴ്സിൽ ബേസ് സ്ട്രോങ് ആയിരിക്കണം. ആ ബേസ് സ്ട്രോങ് ആക്കാനാണ് ഞങ്ങളും യുവ ബാച്ചും ഒക്കെ. സോ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ കൊമേഴ്സ് നിങ്ങൾ വിചാരിക്കും എക്സാമിന് തലേന്ന് പഠിച്ചാൽ പോരെ മിസ്സേ, അത്രയേറെ കാര്യങ്ങളല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. ബേസ് സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ തന്നെ നിങ്ങൾ പഠിക്കണം. സോ 1 ഡേ എന്നല്ല, day 1 എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കണം. ഇന്ന് തുടങ്ങണം, പഠിച്ചു തുടങ്ങണം, അടിപൊളിയായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.